പ്രസ്ഥാനം എന്ന രീതിയിൽ നിന്ന് നമുക്ക് വ്യതിചലിച്ചുകൊണ്ട് യാതൊരുവിധ കാഴ്ചപ്പാടുകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ സംവിധാനങ്ങളായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവശ്യത്തിൽ നടപ്പിലാക്കേണ്ടതിന്റെ ഏറ്റവും മികച്ച തലങ്ങളിലേക്ക് നടക്കും. അത് ആധുനിക കേരളം, നല്ല കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടത്തി കൊണ്ടുപോകേണ്ട ആ സമയത്ത് പല പ്രവൃത്തികളും ഇതുപോലെ തുടങ്ങിക്കൊണ്ട് അത് പാതിവഴിയിൽ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതോടൊപ്പം തന്നെ വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തുകയും അത് ഉദ്ഘാടന മഹാമഹങ്ങളായി മാത്രം നടത്തി അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. അതല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വേണ്ടിയുള്ള ഏകദേശം 24 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് പർച്ചേസ് ചെയ്തിട്ടുള്ള വിവിധ മെഷീനറികൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചതിന് ശേഷം അത് യാതൊരുവിധ ഉപകാരമില്ലാത്ത സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് എന്തെങ്കിലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബന്ധങ്ങളുടെയോ അത് സാമ്പത്തികമായ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആ മെഷീനറികൾ വാങ്ങിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പൊതുവിലുള്ള നമ്മുടെ നാട്ടിലുള്ളൊരു കാഴ്ചപ്പാട്. എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന